സിനിമയുടെ അവസാനം വരെ നിങ്ങളെ ഒരിക്കലും ബോറടിപ്പിക്കാത്ത ഒരു മനോഹരമായ പ്രണയ ചിത്രമാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു ഫീൽ ഗുഡ് കൊറിയൻ ഡ്രാമ. പഠിത്തമെല്ലാം കഴിഞ്ഞ് ജോലിയില്ലാതെ അമ്മയുടെ റെസ്റ്റോറൻറ്റ് ഷോപ്പിൽ ഒരു പണിയുമില്ലാതെ വെറുതെ നോക്കിയിരിക്കുന്ന ആ പയ്യനാണ് കഥയിലെ നായകനായ ലിങ്യോ. അവൻ്റെ മുന്നിൽ കാണുന്നതാണ് ഹിജു, അവൻ്റെ അമ്മ. അമ്മയും അച്ഛനും അവിടെ റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അമ്മ പറയുന്നുണ്ട്, നിനക്കെന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ നല്ലൊരു ജോലിയാണ് നോക്കുന്നതെന്ന്. അപ്പോൾ തന്നെ അവൻ്റെ മാർക്ക് ലിസ്റ്റ് എടുത്തുകൊണ്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ് അവൻ്റെ അമ്മ, ഇത് കണ്ടുകൊണ്ടാണോ നീ നല്ലൊരു ജോലി അന്വേഷിക്കുന്നത്? ഇതിൽ എന്താണുള്ളത് എന്ന് ചോദിക്കുന്നു. ഒന്നുമില്ലാത്ത മട്ടിൽ തന്നെ നായകനായ ലിങ് യോക് ജുൻ പറയുകയാണ്, എനിക്കിപ്പോൾ വേണ്ടതൊന്ന് വെറുതെ ഇരിക്കുക എന്നതാണ്. ഇതിന് അവൻ്റെ അച്ഛനും സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ ഫിലോസഫി അടി ഒന്ന് നിർത്തമ്മേ എന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് അവൻ്റെ അച്ഛനും അവനും ഒരുപാട് ചിരിച്ചുകൊണ്ട് അമ്മയെ കളിയാക്കുന്നു. ഇതെല്ലാം കണ്ട് ദേഷ്യം പിടിച്ച് അവൻ്റെ അമ്മ പറയുകയാണ്, നിനക്ക് വല്ല സിവിൽ സർവീസ് ജോലി ആയാലോ എന്ന്. അപ്പോൾ അതിനും അവൻ പറയുന്നു, അതും എനിക്കിഷ്ടമില്ല എന്ന്. എല്ലാം കൊണ്ട് ദേഷ്യം പിടിച്ച് അവൻ്റെ അമ്മ റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്ത സാധനങ്ങൾ എടുത്തുകൊണ്ട് അവനോട് പറയുന്നു, ഇന്ന് നീ ഡെലിവറിക്ക് പോകണം, കുറച്ച് നാൾ അമ്മയെയും സഹായിക്കുന്നു. മടി പിടിച്ചുകൊണ്ട് അവൻ പറയുന്നു, ഞാൻ പോകില്ല എന്ന്. അവൻ്റെ അമ്മ പറയുകയാണ്, മകനെ 3 മാസത്തേക്ക് നീ ഇത് ചെയ്താൽ മതി, അതിനുശേഷം നിനക്ക് ഇഷ്ടമുള്ള ജോലി എടുത്ത് നീ ജീവിച്ചോ. ഇപ്പോൾ നിനക്ക് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നു. എന്നിട്ടും അവൻ ഞാൻ പോകില്ല എന്ന് വാശി പിടിക്കുന്നു. ഒന്ന് പോ മോനെ എന്ന് അവൻ്റെ അച്ഛന് കൂടി പറയുന്നതോടെ അവന് പോകാൻ തയ്യാറാകുന്നു. എന്നാൽ പോകാൻ നേരം അവൻ അവൻ്റെ സ്കൂട്ടിൻ്റെ ബാക്കിൽ കണ്ട സഞ്ചി കണ്ടിട്ട് ദേഷ്യം പിടിക്കുന്നു. എന്താണ് ഈ ബോക്സൊക്കെ? എനിക്ക് ബോക്സ് ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ഞാൻ കൊണ്ടു കൊടുക്കാമെന്ന് പറയുന്നു. അതൊക്കെ അതിൻ്റെ റൂളാണ്, അതൊക്കെ വേണമെന്ന് അവൻ്റെ അമ്മ പറയുന്നു. അങ്ങനെ നമ്മുടെ നായകനായ ലിങ് യോക് ജുൻ ആദ്യ ഓർഡർ എടുത്തു പോവുകയാണ്. അങ്ങനെ അവൻ ഡെലിവറി പൊതിയുമായി ഒരു സ്വിമ്മിംഗ് പൂളിലേക്കാണ് എത്തുന്നത്. അവൻ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് ഈ സ്വിമ്മിംഗ് പൂൾ എന്ന്. പക്ഷേ ആ പയ്യനാണെങ്കിൽ സംസാരിക്കാൻ അറിയില്ല, അവന് സംസാരശേഷിയില്ല. എന്നാൽ നമ്മുടെ നായകനായ ലിങ് യോക് ജുനാവട്ടെ ആ വിദ്യ അവൻ പഠിച്ചെടുത്തിട്ടുണ്ട്. അവൻ്റെ സുഹൃത്തിൽ നിന്നാണ് അവൻ പഠിച്ചെടുത്തത്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവൻ ആ കുട്ടിയിൽ നിന്ന് എല്ലാം മനസ്സിലാക്കുന്നു. എവിടെയാണെന്ന് ആ കുട്ടി കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു. കാരണം ആ ഭാഷ അവൻ അറിയാവുന്നത് കൊണ്ട് തന്നെ രണ്ടുപേർക്കും കാര്യങ്ങൾ സിമ്പിളാകുന്നു. അങ്ങനെ അവൻ പതിയെ നടന്നുകൊണ്ട് പൂളിൻ്റെ അടുത്തെത്തുന്നു. പൂളിൽ അവനെ കാത്തിരുന്നത് ഏറ്റവും മനോഹരമായ കാഴ്ചയായിരുന്നു. അവിടെ ആർക്കോ നീന്തൽ പഠിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയെ അവൻ കണ്ടുമുട്ടുന്നു. അവൻ അവളിൽ തന്നെ നോക്കുന്നു. അവൻ പരിസരമെല്ലാം മറന്നു. അവൻ എന്തിനാണ് അങ്ങോട്ട് വന്നത് എന്ന് പോലും അവന് ഓർമ്മയില്ല. കാരണം ആ പെൺകുട്ടിയുടെ ഓരോ ചുവടും അവൻ ശ്രദ്ധയോടെ വീക്ഷിച്ചു. ഫസ്റ്റ് സൈറ്റ് ഫസ്റ്റ് ലവ് എന്നൊക്കെ കേട്ടതുപോലെ തന്നെ അവൻ്റെ മനസ്സിൽ ആ കണ്ടത് മുതൽ തന്നെ അവളുടെ ചിത്രം പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവൻ കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവിടെ നീന്തിക്കൊണ്ടിരുന്ന ആ പെൺകുട്ടിയോട് അവൾ പറയുന്നു, നീ 30 സെക്കൻഡിൽ പൂർത്തിയാക്കി, എൻ്റെ ബെസ്റ്റ് സമയമാണിത്. ആംഗ്യഭാഷയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ തന്നെ നായകനായ ലിങ് ജോനിന് അപ്പോൾ കാര്യം മനസ്സിലായി. അവൾക്ക് അവിടെയുള്ളവർക്കൊന്നും സംസാരശേഷി ഇല്ലാത്തവരാണെന്ന്. പക്ഷേ അവൻ അപ്പോഴും അവളെ മാത്രമേ കണ്ടുള്ളൂ. ഫുഡ് ചോദിച്ച മറ്റൊരു സ്ത്രീ അവിടെ വരുന്നുണ്ട്. ഫുഡ് ഇവിടെ എന്ന് ചോദിക്കുമ്പോഴും അവളെപ്പോലും അവൻ മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് അവളോട് അവൻ ആംഗ്യഭാഷയിൽ പറയുന്നു, ഇതിലെല്ലാം ഉണ്ടോ എന്ന് നോക്ക് എന്ന്. കാരണം അവൻ ആ ഭാഷ അത്രമേൽ പരിചിതമാണ്. എന്നാൽ നായികയായ അവളാകട്ടെ അവൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുന്നു. എന്തോ ജോലിത്തിരക്ക് കാരണമാണ് പെട്ടെന്ന് പോകുന്നത്. അതവൻ ആംഗ്യഭാഷയിൽ നിന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് അവൻ അവിടെ തന്നെ നോക്കി നാണത്തോടെ നിൽക്കുന്നു. അവൾ വേഗം പോയി മറയുന്നു. ഉടനെ തന്നെ ആ കുളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ അവൻ വിളിക്കുന്നു. ഹലോ എന്ന് ആംഗ്യഭാഷയിൽ പറയുന്നു. അവളും ഹലോ എന്ന് പറയുന്നു. എന്നിട്ട് അവൻ പറയുന്നു, ഞാൻ ഇവിടെ നേരത്തെ കണ്ട പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചു. ഏത് പെൺകുട്ടി എന്ന് അവൾ ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, നിന്റെ നീന്തൽ സമയമെല്ലാം നോക്കി വാച്ചിലൂടെ നോക്കിക്കൊണ്ടിരുന്ന ആ പെൺകുട്ടി ഏതെന്ന് അവൻ ആംഗ്യഭാഷയിൽ ചോദിക്കുന്നു. കാരണം അവൾക്ക് സംസാരശേഷിയില്ലെന്ന് അവനറിയാം. അങ്ങനെ അവൾ പറയുന്നു, അവൾ എൻ്റെ ചേച്ചിയാണെന്ന്. അവളുടെ പേരെന്താണെന്ന് അവൻ ചോദിക്കുന്നു. അവൾ പറയുന്നു, എന്തിൻ്റെ പുറപ്പാടാണ്, കുട്ടിയെ വളർത്താനുള്ള പരിപാടിയിലാണോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവൻ നാണത്തോടെ നിൽക്കുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നു, ആരുടെ പേരാണ് വേണ്ടതെന്ന്. അവൻ പറയുന്നു, അവളുടെ അല്ല, നിങ്ങളുടെ 2 പേരുടെയും എന്ന്. അപ്പോൾ അവൾ പറയുന്നു, എൻ്റെ പേര് ആംഗ്യഭാഷയിൽ പറയുന്നു, എൻ്റെ പേര് സോഗായുൾ, മുഖനാമം ഇങ്ങനെ. പിന്നെ ചേച്ചിയുടെ പേര് സോയാറോ, അവളുടെ മുഖനാമം ഇങ്ങനെ. കാരണം ഈ സംസാരശേഷി ഇല്ലാത്തവരുടെ മുഖനാമം എല്ലാവരും നോക്കാറുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ അവൻ നമ്പർ ചോദിക്കുന്നു. ഇത്രയും ഞാൻ പറഞ്ഞു തന്നില്ലേ, ചേച്ചിയോട് തന്നെ പോയി ചോദിച്ചാൽ മതിയെന്ന് അവൾ അന്യഭാഷയിൽ അവനോട് പറയുന്നു.
അങ്ങനെ അവൻ ഏറെ സന്തോഷത്തോടെ തിരിച്ചു പോരുന്നു. അങ്ങനെ അവൻ തിരിച്ച് വീട്ടിലെത്തുന്നു. അമ്മ ഇന്ന് അടിപൊളി പണി തന്നെയായിരുന്നു, ഇത് നല്ല എളുപ്പമുണ്ടെന്നെല്ലാം അവൻ പറയുന്നു. അങ്ങനെ അവൻ്റെ അമ്മ ഭക്ഷണങ്ങൾ പാക്ക് ചെയ്യുന്നതിനിടെ അവൻ അങ്ങോട്ട് പോയി ചോദിക്കുന്നു, ഇത് ഡെലിവറിക്കുള്ളതല്ലേ, ഞാൻ തന്നെ പോയി കൊടുക്കാമെന്ന് പറഞ്ഞ് ആ പാക്കറ്റും വാങ്ങി അവൻ വഴിയിലൂടെ തന്നെ സംഭവിച്ച അവൻ വീണ്ടും അവളെ കാണുന്നു. ഇത്തവണ അവൻ പുഞ്ചിരിയോടെ നോക്കുമ്പോൾ അവളുടെ വാഹനം കേടുവന്നിട്ടുണ്ട്. സ്കൂട്ടറിനെ അവൾ കാലുകൊണ്ട് ചവിട്ടി അങ്ങനെ ശപിക്കുന്നു. കാരണം നിർണായകമായ ജോലിക്ക് പോകേണ്ട സമയത്താണ് ആ സ്കൂട്ടി കേടുവന്നത്. അങ്ങനെ പതിയെ അവൻ അങ്ങോട്ട് നീങ്ങുന്നു. അങ്ങനെ അവൻ അവളോട് ഹായ് പറയുന്നു. എന്നെ മനസ്സിലായോ, ഞാൻ ഫുഡ് ഡെലിവറിക്ക് വന്നതാണെന്ന് അവൻ ആംഗ്യ ഭാഷയിൽ അവളോട് പറയുന്നു. അവളും ആലോചിച്ചതിന് ശേഷം ഹലോ എന്ന് തിരിച്ചു പറയുന്നു. അവൻ പറയുന്നു, ഞാൻ ഒന്നിലും മിടുക്കനൊന്നുമല്ല, എങ്കിലും ഞാൻ പരിശോധിച്ച് നോക്കട്ടെ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അങ്ങനെ അവൻ അതും ഇതും നോക്കിയതിന് ശേഷം പറയുന്നു, ഇത് ഓയിലിൽ കരട് കുടുങ്ങിയതാണ്, നന്നാക്കാൻ ടൈം എടുക്കും, നിനക്ക് നേരം വൈകുന്നില്ലെന്ന് അവളോട് ചോദിക്കുന്നു. അവൾ പറഞ്ഞു, എനിക്ക് ജോലിക്ക് പോകാൻ അത്യാവശ്യമായുണ്ട് എന്ന് അവൾ ആംഗ്യ ഭാഷയിൽ പറയുന്നു. ഇത് മനസ്സിലായി അവൻ പറയുന്നു, കുറച്ച് ആലോചിച്ചതിന് ശേഷം നീ എൻ്റെ വണ്ടി എടുത്തോ, ഞാൻ നിൻ്റെ വണ്ടി എടുത്ത് നാളെ നന്നാക്കി വെക്കാം. അത് കേട്ട ഉടനെ തന്നെ അവൾ വേണ്ട എന്ന് പറയുന്നു. നിനക്കും തിരക്കുണ്ടാവില്ലേ എന്ന് അവൾ ആംഗ്യഭാഷയിൽ ചോദിക്കുമ്പോൾ അവൻ ആംഗ്യഭാഷയിൽ തന്നെ പറയുന്നു, ഇല്ല, എനിക്ക് ഇവിടെ നിന്ന് തിരക്കുണ്ടാകാനാ, എനിക്കൊരു പണിയുമില്ല, നാളെ നമുക്ക് കാണുമ്പോൾ മാറ്റാമെന്ന് പറയുന്നു. അങ്ങനെ അവൾ കൈ ഇങ്ങനെ നീട്ടുമ്പോൾ അവൻ അവൾക്ക് കൈ കൊടുക്കുന്നു. അപ്പോൾ അവൾ ആംഗ്യഭാഷയിൽ പറയുന്നു, ഫോൺ കൊണ്ട ഞാൻ നമ്പർ അടിച്ചു തരാം, എന്നാൽ നിനക്ക് വിളിക്കാമല്ലോ ഈ വണ്ടി നന്നാക്കിയതിന് ശേഷം എന്ന് പറയുന്നു. അങ്ങനെ ഏറെ ചമ്മലോടെ നായകനായ കിം ജോങ് ഉൻ അവൾക്ക് ഫോൺ കൊടുക്കുകയാണ്. അങ്ങനെ അവൾ ഫോൺ അടിക്കുകയാണ്. അങ്ങനെ വാഹനം മാറ്റിയതിന് ശേഷം അവൾ അതിവേഗം പോകുന്നു. കാരണം അവൾക്ക് ഏറെ വൈകിയിട്ടുണ്ട്. അവനോ അവൾ പോകുന്നതും കണ്ട് ഏറെ സന്തോഷിച്ച് നിൽക്കുന്നു. എന്നിട്ട് നേരെ അവൻ പോകുന്നത് അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ്. അവനോട് പറയുന്നു, എടാ, ഈ വണ്ടി ഒന്ന് നീ നേരെയാക്കണം, നാളെ രാവിലെ തന്നെ നേരെയാക്കണം, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവനോട് പുഞ്ചിരിക്കുന്നു. എന്തോ നിനക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവനോ സംശയത്തോടെ നോക്കുന്നു. ആരുടേതാടാ വണ്ടി, നിനക്കൊരു മാറ്റം പോലെ എന്നൊക്കെ അവൻ്റെ ഫ്രണ്ട് അവനോട് തിരിച്ചും പറയുന്നു. സ്കൂട്ടർ നാളെ രാവിലെ തന്നെ റെഡിയാകും, നാളെ എപ്പോൾ എവിടെ വെച്ച് കാണാമെന്നെല്ലാം അവൻ അവൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയാണ്. കാരണം അവളുടെ നമ്പർ അവൻ്റെ പക്കലുണ്ട്. അവൻ ഏറെ സന്തോഷത്തോടെ അവൾക്ക് മെസ്സേജ് അയക്കുന്നു. നമ്മുടെ നായികയാകട്ടെ ആംഗ്യഭാഷ ക്ലാസ്സിലിരുന്ന് ഇൻ്റർനാഷണൽ ആംഗ്യഭാഷയെല്ലാം പഠിക്കുകയാണ്. അതേസമയം ടീച്ചർ നിങ്ങൾക്ക് വിമാനത്തിൽ പറക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കൈപ്പൊക്കുന്നതിനിടെ നമ്മുടെ നായികയും കൈപ്പൊക്കുന്നു. അവൾ പറയുന്നു, എൻ്റെ ആഗ്രഹം ഒളിമ്പിക്സിൽ എൻ്റെ അനിയത്തിയോടൊപ്പം അവിടേക്ക് വിമാനത്തിൽ പറക്കണമെന്നാണ്. ഇത് കണ്ട് എല്ലാവരും അവൾക്കായി കൈയടിക്കുന്നു. നായകനായ ലിയോൺ ജോങ്ങിൻ്റെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എവിടെ നിന്നാണ് ആ സ്കൂട്ടി കിട്ടിയത്, നിൻ്റെ മുതലാളി എങ്ങനെ തന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ എന്തോ സംശയം പോലെ എല്ലാവരിൽ നിന്ന് ചോദിച്ചറിയുന്നു. നായകനായ ലിയോയിനാകട്ടെ ഒന്നും ഉണ്ടെന്നില്ല. നമ്മുടെ നായികയാകട്ടെ അവളുടെ സഹോദരിയോട് ആംഗ്യഭാഷയിൽ പറയുകയാണ്, ഞാൻ ഇൻ്റർനാഷണൽ ഭാഷ പോയി നോക്കിയിരുന്നു, നമുക്ക് കുറച്ച് ടാസ്ക്കാണ്, എങ്കിലും നിനക്ക് പഠിക്കാൻ പറ്റും, എൻ്റെ ആഗ്രഹം നിൻ്റെ ഒപ്പോൾ എനിക്കും ഒളിമ്പിക്സിൽ അവിടെ വരണമെന്നാണ് എന്നെല്ലാം പറയുകയാണ്. അവരുടെ ആംഗ്യഭാഷയിൽ അവർ ഏറെ സന്തോഷത്തോടെ ഓരോ തമാശകൾ പറഞ്ഞിരിക്കുന്നു. അടുത്ത ദിവസം നായിക കാണുന്നത് അവളുടെ ഫോണിൽ അവൻ്റെ ഒരുപാട് മെസ്സേജുകളാണ്. ഹായ്, ഹലോ, എന്തൊന്നും മിണ്ടാത്തത്, ഞാൻ നിൻ്റെ സ്കൂട്ടി റെഡിയാക്കിയിട്ടുണ്ട്, ഇന്ന് രാവിലെ റെഡി ആയിട്ടുണ്ട് എന്നെല്ലാം മെസ്സേജുകളുണ്ട്, എന്നെ പറ്റിച്ചോ എന്നൊക്കെ അവൻ ചോദിച്ചിട്ടുണ്ട്. അവൾ പെട്ടെന്ന് തിരക്കിൽ മെസ്സേജ് അയക്കുന്നു, ഞാൻ ഫോൺ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, തിരക്കിലായിരുന്നു എന്നെല്ലാം, ഒരുപാട് നന്ദിയുണ്ടെന്നെല്ലാം അവൾ പറയുന്നു. ഇത് കേട്ട് അവൻ ഏറെ സന്തോഷത്തോടെ നിൽക്കുന്നത് അവൻ്റെ ഫ്രണ്ട് കാണുന്നു. എന്താടാ ഒരു ചിരി, സ്കൂട്ടർ ഓണർ പെണ്ണാണോ എന്നൊക്കെ ചോദിക്കുന്നു. അവൻ ചിരിക്കുന്നത് കണ്ട് പെണ്ണ് തന്നെ എന്ന് പറഞ്ഞ് അവനെ എങ്ങനെ തമാശയോടെ കളിയാക്കുകയും ഓരോന്ന് പറയുകയും എല്ലാം ചെയ്യുന്നു. ഇന്നലെ കണ്ട ഇടവഴിയിൽ വെച്ച് ഇന്ന് 10 മണിക്ക് കാണാമെന്ന് അവൻ മെസ്സേജ് ചെയ്യുന്നു. അവളും ഓക്കെ എന്ന് പറഞ്ഞ് ബൈ പറയുന്നു. അങ്ങനെ അവൾക്ക് കൊടുക്കാനുള്ള അവളുടെ വണ്ടിയാകട്ടെ അവൻ്റെ എഫേർട്ട് മുഴുവൻ എടുത്ത് നല്ല ഉരച്ച് കഴുകി സുന്ദര കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ വണ്ടിന്മേൽ അവളെ കാണാൻ പോകുന്നു. അങ്ങനെ അവർ ഇരുവരും കാണുന്നു. അവർ രണ്ടുപേരും ഹായ് പറയുന്നു. എന്നിട്ട് അവൾ ചോദിക്കുന്നു, ഇത് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ടല്ലോ, എന്താ ചെയ്തതെന്ന്. അവൻ പറയുന്നു, ഞാനിത് ഉരച്ച് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, തനിക്ക് തരേണ്ടതല്ലേ എന്നോർത്ത്. അപ്പോൾ തന്നെ അവൾ താങ്ക് യു എന്ന് പറയുന്നു. എന്നിട്ട് അവൾ ചോദിക്കുന്നു, എത്ര രൂപയായി നന്നാക്കാൻ? അവൻ പറയുന്നു, ചെറിയ റിപ്പയർ ആയിരുന്നു, നന്നാക്കാൻ വലിയ പണമൊന്നും ആയില്ല. എങ്കിലും നീ പറയുന്നവൾ പറയുമ്പോൾ അവൻ പറയുന്നു, എനിക്ക് 26 വയസ്സുണ്ട്, തനിക്കോ? അവളും പറയുന്നു 26. എങ്കിൽ നമ്മൾ സമപ്രായക്കാരാണ്, നമുക്ക് നല്ല ഫ്രണ്ടാവില്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ
കുറച്ച് മിണ്ടാതിരുന്നതിന് ശേഷം ചിരിച്ചുകൊണ്ട് തന്നെ ഓക്കെ പറയുന്നു. ആംഗ്യഭാഷയിൽ തൻ്റെ മുഖഭാവം എനിക്ക് ചേരുന്നുണ്ടെന്ന് അവൻ പറയുമ്പോൾ അവൾ മിണ്ടാട്ടമില്ലാതെ നിൽക്കുമ്പോൾ അവൻ ഉടനെ തന്നെ പറയുകയാണ്, ഞാൻ ഇന്നലെ നിൻ്റെ അനിയത്തിയോട് ചോദിച്ചിരുന്നു നിൻ്റെ മുഖനാമമെല്ലാം, അതുകൊണ്ട് ഫ്രണ്ടാകണമെന്ന ആഗ്രഹം കൊണ്ട് ചോദിച്ചതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞതെന്ന് പറയുന്നു. അത് കേട്ട് അവളും ചിരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് നല്ലൊരു ചായയൊക്കെ കുടിച്ച് മിണ്ടിയും പറഞ്ഞും അങ്ങനെ ഇരിക്കുന്നു. അവൻ ചോദിക്കുന്നു എപ്പോഴും നല്ല ബിസിയാണോ എന്ന്. ആ പാർട്ട് ടൈം ജോലിയും പിന്നെ ട്രെയിനിങ്ങും എല്ലാം ആയതുകൊണ്ട് അല്പം ബിസിയാണെന്ന് അവൾ പറയുന്നു. പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് ഇറങ്ങുന്നു. നായകൻ്റെ അമ്മ അവനിൽ വല്ലാത്ത മാറ്റം കാണുന്നു. അവന് വല്ല പെണ്ണുങ്ങളെയും ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അമ്മ അച്ഛനോട് ചോദിക്കുമ്പോൾ അവൻ്റെ അച്ഛൻ പറയുന്നു അതിനുള്ള കഴിവൊന്നും അവനുണ്ടാകാനുള്ള സാധ്യതയില്ല. ഇത് കേട്ട് തമാശയോടെ അവൻ്റെ അമ്മ അച്ഛനെ ഒരിടി കൊടുക്കുന്നു. നായകൻ അവൾക്ക് ഒരുപാട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ് എന്തിനാണ് ഇത്രയധികം ഫുഡൊക്കെ എന്ന്. അപ്പോൾ അവൻ പറയുകയാണ് ഇതിലേതാണ് തനിക്കിഷ്ടമെന്ന് എനിക്കറിയില്ലല്ലോ എന്ന്. അവൾ പറയുന്നു ഇതെല്ലാം എനിക്കിഷ്ടമാണെന്ന്. അന്ന് രാത്രി അവൻ്റെ അമ്മ അവനോട് പറയുകയാണ് നീ ഇപ്പോൾ ഈ ജോലി സ്ഥിരമാക്കാൻ നോക്കുകയാണോ, നിനക്കിത് വേണ്ട എന്നൊക്കെയല്ലേ പറഞ്ഞ് ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന്. അവൻ പറഞ്ഞു ഇതത്ര ബോറൊന്നുമല്ല, ഇത് സ്ഥിരമാക്കിയാലോ എന്ന് ചിന്തിക്കുന്നുണ്ടെന്നൊക്കെ അവൻ പറയുന്നു. ചേലക്കാതെ അടുത്ത ദിവസം നല്ല ജോലി കണ്ടുപിടിച്ചണോ എന്നെല്ലാം അവൻ്റെ അമ്മ അവനോട് ദേഷ്യത്തോടെ പറയുകയാണ്. കാരണം അവൻ എന്തെങ്കിലും എന്തോ ഒരു ഉടായ്പുണ്ടെന്ന് അമ്മക്ക് മനസ്സിലായിട്ടുണ്ട്. അടുത്ത ദിവസം രാവിലെ തന്നെ അവൻ അവളെ കാണാൻ ഇറങ്ങുകയാണ്. എന്നിട്ട് അവളോട് പറയുകയാണ് നമുക്കിന്ന് അടിച്ചു പൊളിച്ചാലോ, അതിനുള്ളൊരു ദിവസമാണിന്നെന്ന് പറഞ്ഞ് അവർ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഒരു പാർട്ടിക്ക് തന്നെ രാത്രി പോവുകയാണ്. അവളും അനിയത്തിയും ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യമായിരുന്നു ഇത്. കാരണം അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പരിപാടികൾക്കോ DJ പാർട്ടികൾക്കോ ഒന്നും അവർ ഇതുവരെ പോയിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നായകൻ ലിങ് ജോങുൻ ഇങ്ങനെ ഒരു അടിപൊളി പാർട്ടിക്ക് അവരെ കൊണ്ടുപോകുന്നതും. അങ്ങനെ പാർട്ടിയെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് എത്തുകയാണ്. അവനും അവളും പിന്നെ അനിയത്തിയുമെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നടന്നു വരികയാണ്. ഇതിനിടെ വീടെത്തിയപ്പോൾ അനിയത്തി പറയുകയാണ് ഞാൻ വേഗം പോയി കിടക്കട്ടെ, എനിക്ക് ക്ഷീണമുണ്ട്, ചേച്ചി ഇപ്പോൾ വരേണ്ട, നിങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് ആക്കം പോലെ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുന്നു. അതിനുശേഷം അവനും അവളും ഒറ്റയ്ക്ക് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാതെ, രണ്ടുപേർക്കും പറയണമെന്തുണ്ട് എന്നാൽ ആ അവസ്ഥയിൽ പറയാതെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ചിരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. എന്ത് ചോദിക്കണമെന്നോ ഇനി എന്ത് പറയണമെന്നോ ഒന്നും ഒരു ഐഡിയയും ഇല്ലാതെ ഇവരും ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ അവൾ വീട്ടിലെത്തുകയാണ്. എന്നിട്ട് അവൾ നേരെ ഫോൺ എടുത്ത് മെസ്സേജ് അയക്കുകയാണ്, പറയും പോലെ തനിക്ക് എത്ര രൂപ ചിലവായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അങ്ങനെ ഇരുവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം തുറന്നു പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ അവർക്ക് ധൈര്യം വരുന്നില്ല. അങ്ങനെ അവർ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് അന്നത്തെ രാത്രി അതിമനോഹരമാക്കി തന്നെ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ അവളെല്ലാവരും കാത്തിരുന്ന ദിവസം വന്നെത്തുകയാണ്. കാരണം അവളുടെ അനിയത്തിക്ക് ഏറ്റവും നിർണായകമായ ഒരു യോഗ്യതാ പോരാട്ടമാണിത്. ഏറ്റവും മികച്ച രീതിയിലെത്തിയാൽ അവൾക്ക് അടുത്ത റൗണ്ടിൽ പങ്കെടുക്കാം. അങ്ങനെ ആ ദിവസം വന്നെത്തുകയാണ്. അവളുടെ അനിയത്തിയാണെങ്കിലോ തയ്യാറായിരിക്കുകയും ചെയ്യുന്നു. അവളുടെ അനിയത്തിക്ക് വേണ്ടി, അനിയത്തിയുടെ നീന്തലിന് വേണ്ടിയാണ് അവളുടെ ചേച്ചി എല്ലാം നൽകിയിരിക്കുന്നത്. ദിവസവും ട്രെയിനിങ്ങിന് പങ്കെടുക്കാൻ ചേച്ചിയാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അവൾക്കിത് ചേച്ചിക്ക് വേണ്ടി വിജയിച്ചേ മതിയാകൂ. അങ്ങനെ പോരാട്ടം തുടങ്ങുകയാണ്. എല്ലാവരെയും പിന്നിലാക്കിക്കൊണ്ട് 27 സെക്കൻഡ് കൊണ്ട് അവൾ ഫിനിഷ് ലൈനിലെത്തിയിരിക്കുന്നു. 1ാം സ്ഥാനത്ത് അവൾക്കാണ് ഗോൾഡ് മെഡൽ. അവളുടെ ചേച്ചി ഗാലറിയിലിരുന്ന് ഏറെ സന്തോഷത്തോടെ ആഹ്ലാദിക്കുന്നത് കാണാം. അവൾക്ക് കിട്ടിയ ഗോൾഡ് മെഡൽ അവൾ ചേച്ചിക്ക് നൽകുകയാണ്. താനിത് നേടാൻ വേണ്ടി രാപ്പകൽ പ്രവർത്തിച്ചത് ചേച്ചി തന്നെയായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ നായികയും നായകനും ഒരു ഡേറ്റിങ്ങിന് ഒരുങ്ങുകയാണ്. കാരണം അവർ ഇതുവരെ മികച്ച രീതിയിൽ ഡേറ്റിങ്ങും നടത്തിയിട്ടില്ല. അവൻ ഫോൺ വിളിക്കുകയാണ്, ഇന്ന് നമുക്ക് കറങ്ങാൻ പോയാലോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അവൾ പറയുന്നു അവൾ ഇന്നലെ നീന്തി കഴിഞ്ഞ് വന്നതാണ്, അതുകൊണ്ട് അവൾക്ക് വിശ്രമം വേണം, അതുകൊണ്ട് ഇന്ന് പോവേണ്ട എന്ന്. എന്നാൽ അനിയത്തി പറയുകയാണ് ചേച്ചി അവനുമായി പോയിക്കോളൂ എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ഡേറ്റിങ്ങിനായി പോവുകയാണ്. ഇന്നൊരുപാട് മേക്കപ്പൊക്കെ ഇട്ടതാണ്, എൻ്റെ മുഖത്ത് വല്ലതുമുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. ഏയ് ഒന്നുമില്ല എന്ന് അവൻ പറയുന്നു. അപ്പോൾ ഇന്നെന്താ നമ്മുടെ പരിപാടി എന്ന് അവൻ ചോദിക്കുകയാണ്. ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ പറയുന്നു, എന്നെ കണ്ടിട്ട് എപ്പോഴും നിനക്കൊരു റപ്പായിയെ പോലെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അവനില്ല എന്ന് പറയുന്നു. നീ എന്നെ കണ്ടാൽ എപ്പോഴും ഫുഡ് കഴിച്ചോ എന്നാണല്ലോ ചോദിക്കുന്നത് എന്ന് അവൾ പറയുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ അമ്മക്ക് റെസ്റ്റോറൻറ്റ് ഉള്ളതിനാൽ തന്നെ
എൻ്റെ ചിന്ത എപ്പോഴും അതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നതെന്ന് പറഞ്ഞ് തമാശയെല്ലാം പറഞ്ഞ് അവർ നടക്കുകയാണ്. ഇതേ സമയം അവളുടെ ഫ്ലാറ്റിലേക്ക് അവനായിരുന്നു ഫുഡ് ഓർഡർ ചെയ്തിരുന്നത്. പക്ഷെ അവൻ്റെ ചങ്ങാതിയെ പറഞ്ഞേക്കുകയാണ്. ചങ്ങാതിയോട് അതിന് മുമ്പ് തന്നെ പറയുന്നുണ്ട് അവിടെ അധികം നേരം നിൽക്കരുത്, അവിടെ ഒരു തന്തപ്പിടിയുണ്ട്, അയാൾ നല്ല ചൂടാവുന്നതാണെന്ന്. അത് കേട്ട് അവൻ വേഗം പോകാൻ ഒരുങ്ങുമ്പോഴായിരുന്നു അവൾ വന്നത്, അതായത് നമ്മുടെ നായികയുടെ അനിയത്തി. അപ്പോൾ അവൻ മുഖത്ത് നോക്കി ഒരു കുളിർമ ഇട്ടു. കാരണം അവൻ ഭയത്തോടെയാണ് നോക്കിയത്. പക്ഷേ ഇവിടെ വന്ന് നിൽക്കുന്നതോ ഒരു സുന്ദരിയായ പെൺകുട്ടിയും. അവൻ ആകെ ഞെട്ടി. അവൾ ഉടനെ തന്നെ കഥ കടക്കുന്നു. അങ്ങനെ നായികയും നായകനും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അവർ ഇത്തവണ ആകെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് മനോഹരമായ ദിവസം തന്നെ ആക്കി തീർക്കുകയാണിത്. രണ്ടുപേരുടെയും ഫാമിലിയെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയുന്നു. നിൻ്റെ ജീവിതത്തിലെ പ്ലാൻ എന്താണെന്ന് നായകൻ ചോദിക്കുമ്പോൾ നായിക പറയുന്നു, എൻ്റെ അനിയത്തി ഒളിമ്പിക്സിൽ മെഡൽ കാണാൻ ആഗ്രഹിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ജീവിതം. അത് അനിയത്തിയുടേതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് എൻ്റേതും എന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കിതുവരെ അറിയില്ല എന്ന് നായിക പറയുന്നു. അവൻ പറയുകയാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് തന്നെ അറിയില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ആഗ്രഹങ്ങളെ കണ്ടെത്താൻ നമുക്ക് ഒരുമിച്ച് കൂടിയാലോ എന്ന് ചോദിക്കുന്നു. എന്താവെന്ന് നായിക ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, നമുക്ക് രണ്ടുപേർക്കും എന്താണ് ആഗ്രഹമുള്ളതെന്ന് അറിയില്ല, അത് കണ്ടെത്താൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് അവൻ പറയുകയാണ്. നായിക അവനോട് ചിരിക്കുന്നു. അവൾ പറയുകയാണ്, നീ അന്ന് എന്നോട് ഫ്രണ്ട്സ് ആകാമെന്ന് ചോദിച്ചതിന് ഞാൻ ഇപ്പോൾ നിന്നോട് നന്ദി പറയുകയാണ്. ഇത്ര നല്ലൊരു ഫ്രണ്ട്സിനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് അവനും സന്തോഷിക്കുന്നു. അവൻ പറയുന്നു, നീ അന്ന് അതിന് സമ്മതിച്ചതിന് ഞാൻ തിരിച്ചു നിന്നോട് നന്ദി പറയുന്നു എന്ന് പറയുന്നു. എന്നാൽ ഇതേ സമയമാകട്ടെ അവളുടെ നായികയുടെ അനിയത്തി വീട്ടിലാണ് കിടക്കുന്നത്. അവിടെ തീപിടുത്തമുണ്ടാകുന്നു. അവൾ കിടക്കുന്ന റൂമിലേക്ക് ആകെ പുക ഉയരുന്നു. അവൾക്ക് ശ്വസിക്കാൻ പോലും ആകുന്നില്ല. രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും അവൾ നടത്തി നോക്കുന്നുണ്ട്. ഒരുപാട് പേരെ വിളിച്ചു നിൽക്കുന്നു, വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ ഒന്നിനും സാധിക്കുന്നില്ല. പുക ഉയരുന്നു. അവൾക്ക് ശ്വാസം എടുക്കാൻ പോലും ആകാത്ത വിധത്തിൽ വമ്പൻ പുകയാണ് ഉയരുന്നത്. അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിയുന്നതെല്ലാം ചെയ്തു നോക്കുന്നുണ്ട്, പക്ഷേ വാതിലുകളൊന്നും തുറക്കുന്നില്ല. അതേസമയം ഇതൊന്നും അറിയാതെ അവനൊപ്പം യാത്ര ചെയ്യുകയാണ് നായിക. നമ്മുടെ ലിയോങ് ജുന്നാകട്ടെ എല്ലാ ധൈര്യവും സംഭരിച്ച് എന്ത് തന്നെ സംഭവിച്ചാലും വേണ്ടില്ലെന്ന് പറഞ്ഞ് അവളോട് പറയാൻ നിൽക്കുകയാണ്. ഞാൻ നിന്നെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ നായികയുടെ ഫോണിലോട്ടൊരു മെസ്സേജ് വരുന്നു. മെസ്സേജിലാണെങ്കിലോ റൂമിൽ തീപിടുത്തമുണ്ടായി, നിൻ്റെ അനിയത്തി ഹോസ്പിറ്റലിലാണെന്ന്. ഇത് കേട്ട അവൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൻ്റെ വഴിക്ക് ഓടുന്നു. എന്ത് സംഭവിച്ചെന്ന് നമ്മുടെ ലിയോങ് ജുന്നിനൊന്നും മനസ്സിലായില്ല. അങ്ങനെ അവൾ ഹോസ്പിറ്റലിലെത്തി അനിയത്തിയെ കാണുന്നു. നിനക്കെങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. അനിയത്തി പറഞ്ഞു, അപ്പോൾ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു, ഇപ്പോൾ എനിക്കൊരു പ്രശ്നവുമില്ല, ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ അവൾ പറയുകയാണ്, നിൻ്റെ ഒളിമ്പിക്സിനുള്ള യോഗ്യത ഉടനെത്തി, നിനക്ക് മത്സരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. അവൾ കഴിയുമെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. അതിന് നിനക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മളുടെ 20 വർഷത്തെ കഷ്ടപ്പാട് വെറുതെയാകുമെന്ന് നായിക പറയുമ്പോൾ അവൾ പറയുന്നു, അത് കഷ്ടപ്പാടൊന്നുമല്ല, ഇപ്പോൾ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങുന്നതെല്ലാം ശീലമായി എന്ന് അവൾ പറയുന്നു. എങ്കിലും ഇതെല്ലാം എൻ്റെ കാരണത്താലാണ് സംഭവിച്ചത്, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു എന്ന് നായിക അവളോട് പറയുകയാണ്. അതൊന്നുമില്ല എന്ന് അവൾ പറയുന്നു. ഇതെന്താ ഇങ്ങനെ, മത്സരത്തിന് തൊട്ട് മുമ്പ് തന്നെ സംഭവിച്ചത്, എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണെന്ന് അവൾ വീണ്ടും വീണ്ടും പറയുന്നു. അവൾ കരയുമ്പോൾ അനിയത്തി അവളെ ആശ്വസിപ്പിക്കുന്നു. ലീ ജോങ്ങുന്നാകട്ടെ അവൾക്ക് ഒരുപാട് മെസ്സേജുകൾ രാത്രി അയക്കുന്നുണ്ട്. അവളൊന്നിനും മറുപടി നൽകുന്നില്ല. അവൾക്ക് എന്ത് സംഭവിച്ചു, എന്തിനാണ് അവൾ ഓടിയതെന്നറിയാതെ അവനാകട്ടെ അവളുടെ വീടിന് മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, അവൾ എപ്പോൾ വരുമെന്ന് കാത്ത്. പക്ഷേ അവൾ വന്നില്ല. അടുത്ത ദിവസം നടന്ന ട്രെയിനിങ് സെക്ഷനിൽ അവൾക്ക് മികച്ച പ്രകടനം നടത്താൻ പോലും സാധിച്ചില്ല. കാരണം അവൾക്ക് ഫിനിഷ് പോയിന്റിലെത്താൻ പോലും സാധിക്കാതെ വരുന്നു. അനിയത്തിക്ക് ഇത് വരാൻ കാരണം കഴിഞ്ഞ ദിവസം നടന്ന ഫയർ ആക്സിഡൻറ്റിൽ വിഷപ്പുക ശ്വസിച്ചത് കൊണ്ട് തന്നെയാണ്. ഇത് കണ്ട് നമ്മുടെ നായികയും ഏറെ നിരാശയോടെ അവളെ നോക്കി നിൽക്കുന്നു. എന്നിട്ട് അവളോട് പറയുന്നു, നീ ഓക്കെ ആണോ, നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ എന്നൊക്കെ പറയുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഫുഡ് കഴിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ ചേച്ചി ചോദിക്കുന്നു, ഞാൻ വരട്ടെ എന്ന്. വേണ്ട, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇന്ന് പോയാൽ മതി, നീ വീട്ടിൽ പോയിക്കോ എന്ന് ചേച്ചിയോട് അവൾ പറയുന്നു. ഇത് കേട്ട് നായിക ഏറെ വിഷമത്തോടെ നിൽക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായിക എണീറ്റ് നോക്കുമ്പോൾ ഒരു സ്റ്റിക്കറിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പ്രാക്ടീസിന് പോവുകയാണ്, ചേച്ചി ഇന്ന് വരണ്ട എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നായികക്ക് ഏറെ വിഷമം ഉണ്ടാക്കുന്നു. അവൾ പണിക്ക് പോകുന്നതിനിടെ നമ്മുടെ നായകനെ കാണുന്നു. അവൻ അവളെ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. എന്നിട്ട് അവൻ അവളോട് കുറേ സംസാരിക്കും.
ഞാൻ നിനക്ക് ഒരുപാട് കോളുകൾ ചെയ്തിരുന്നു, ഒരുപാട് മെസ്സേജുകൾ അയച്ചിരുന്നു, നീ എന്താ ഒന്നും നോക്കാത്തതെന്ന്. എനിക്കതിന് സമയം കിട്ടിയില്ല എന്ന് അവൾ പറയുന്നു. നീ എന്താണിപ്പോൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാതെ ഒന്ന് പോയി തരുമോ എന്ന് പറയുന്നു. അവളാകട്ടെ അവനൊന്ന് മൈൻഡ് പോലും ചെയ്യാതെ നടന്നു നീങ്ങുന്നു. എന്ത് സംഭവിച്ചെന്നറിയാതെ നമ്മുടെ നായകൻ അന്തം വിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവൻ അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. അവൻ ഏറെ സങ്കടത്തോടെ അവളോട് ചോദിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അവളില്ല എന്ന് പറയുന്നു. പിന്നെന്താണ് പ്രശ്നം? അവൾ ഒന്നുമില്ല എന്ന് പറയുന്നു. അങ്ങനെ അവൻ എന്താണെങ്കിലും പറ എന്ന് പറയുമ്പോൾ അവൾ പറയുകയാണ്, എല്ലാം തന്നോട് പറയണോ എന്ന് അവൾ അന്യഭാഷയിൽ പറയുകയാണ്. അവൾ പറയുന്നു, ഒന്ന് പോയി തരുമോ, എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ നിൻ്റെ ജീവിതത്തിൽ ഞാനൊരു പ്രശ്നമായോ എന്ന്. അങ്ങനെ അവൾ അതേ എന്ന് തലയാട്ടുമ്പോൾ ഇല്ലാതാകുന്നു. കാരണം അവൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം അവളോടൊപ്പമുള്ളതായിരുന്നു. അവൾ ഏറ്റവും നല്ല കുട്ടിയാണെന്ന് അവൻ എത്രയോ തവണ പറഞ്ഞിട്ടുമുണ്ട്. അവളാണ് ഇങ്ങനെ പറയുന്നതെന്ന് അവനൊരിക്കലും ഓർക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം അവൾക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അനിയത്തി താൻ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്തോളാം എന്ന് പറഞ്ഞ് സ്ലിപ്പ് ഒട്ടിച്ചാണ് വീട്ടിൽ നിന്ന് പോയത്. എങ്കിലും അവൾക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ചേച്ചിയും അവളുടെ അടുത്തേക്ക് പോകുന്നു. അവൾ എന്നിട്ട് അനിയത്തിയുടെ നീന്തൽ പരിശീലനം കാണുന്നു. പക്ഷേ ഏറെ ബുദ്ധിമുട്ടാക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. അവൾക്ക് നീന്താൻ പോലും ശ്വാസമെടുക്കാൻ പോലും മര്യാദയ്ക്ക് കഴിയുന്നില്ല. കാരണം ആ ഫ്ലാറ്റിൽ നടന്ന ആക്സിഡൻറ്റ് തന്നെയാണ്. അതിനുശേഷം മികച്ച രീതിയിൽ നീന്താനൊന്നും സാധിക്കാത്തതോടെ അനിയത്തി സങ്കടത്തോടെ പൊട്ടിക്കരയുകയാണ്. എല്ലാം അവസാനിച്ചു, എനിക്ക് ട്രയൽസിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് അനിയത്തി അവളോട് പറയുകയാണ്. ചേച്ചി പറയുകയാണ്, സോറി, ഞാനാണ് എല്ലാത്തിനും കാരണം, ഞാൻ അന്നവിടെ വേണമായിരുന്നു, അവൻ്റെ ഒപ്പം പോകാൻ പാടില്ലായിരുന്നു. അപ്പോൾ തന്നെ അനിയത്തി പറയുകയാണ്, ചേച്ചിയുടെ സ്വപ്നം എന്താണ് എന്നും എനിക്ക് വേണ്ടി ഇങ്ങനെ എൻ്റെ സ്വപ്നമാണോ ചേച്ചിയുടെ സ്വപ്നം? അപ്പോൾ ചേച്ചി അവൾ പറയുകയാണ്, ആ നിൻ്റെ സ്വപ്നം തന്നെയല്ലേ എൻ്റെ സ്വപ്നവും. അപ്പോൾ അനിയത്തി പറയുകയാണ്, അതെങ്ങനെയാണ് ശരിയാവുക? എനിക്ക് വേണ്ടി എന്നും പൂളിൽ വരുന്നു, എന്നും സമയം ചിലവഴിക്കുന്നു, എൻ്റെ നീന്തലിന് വേണ്ടി പോലും നിങ്ങൾ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്നു, നിങ്ങളുടെ ജീവിതം തന്നെ എല്ലാം എനിക്ക് നൽകിയിരിക്കുന്നു, അതെന്തിനാണ് ചേച്ചിയെന്ന് അവൾ ചോദിക്കുകയാണ്. ചേച്ചി പറയുകയാണ്, നിനക്കെന്താ പറ്റിയത്, നീ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, ഇത് ശരിയാണ്, ഇങ്ങനെ തന്നെയല്ലേ, ചേച്ചിക്ക് ഒരു സ്വപ്നം പോലുമില്ല, എല്ലാം എനിക്ക് വേണ്ടിയാണ് ചേച്ചി ജീവിക്കുന്നത് പോലും. ഞാൻ ട്രയൽസിൽ തോറ്റുപോകുമെന്ന് തോന്നുന്നു, എനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് തോന്നുന്നു. അപ്പോഴും ഞാൻ ഓർക്കുക എൻ്റെ സങ്കടത്തെയല്ല, ചേച്ചിക്ക് എത്രത്തോളം സങ്കടമാവുമെന്നാണ്. ചേച്ചി ഇനി നിങ്ങൾ സ്വന്തം ജീവിക്കുക, എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാതെ. അതിൽ കുറ്റബോധം തോന്നിപ്പോവും ചേച്ചി എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അങ്ങനെ വളരെ ഇമോഷണൽ ആയിക്കൊണ്ട് രണ്ടുപേരും നിൽക്കുന്നു. അടുത്ത ദിവസം നമ്മുടെ നായകൻ്റെ അമ്മ ചോദിക്കുകയാണ്, എൻ്റെ മോന് തേപ്പ് കിട്ടിയോ എന്ന്. അവൻ തല കുലുക്കുന്നു. അവൻ്റെ അമ്മ പറയുകയാണ്, ഏതാണ് അവൾ, എൻ്റെ മോനെയൊക്കെ അങ്ങനെ ചെയ്യാൻ ഏതാണ് അഹങ്കാരി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ സഹോദരിയെ ഏറെ സ്നേഹിക്കുന്നവളാണ്, സത്യസന്ധയാണ്, അവൾ അവളുടെ കാര്യം മറന്ന് മറ്റുള്ളവർക്ക് ജീവിക്കുന്നവളാണ്, അവൾ വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവളാണ്. അമ്മേ, നിങ്ങൾക്കറിയോ, ഞാൻ അവളെ കാണാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഞാൻ ഇന്ന് വരെ അവൾ ആരോടെങ്കിലും ഒന്ന് ചീത്ത പറയുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് പാവമാണ്. ഇങ്ങനെ ചെയ്തതിലും ചിലപ്പോൾ കാര്യമുണ്ടായിരിക്കാം. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, എന്ത് കാര്യം? അവൾക്ക് കേൾക്കില്ല, സംസാരിക്കാനുള്ള കഴിവുമില്ല. അതേസമയം നായികയാകട്ടെ അവളുടെ അമ്മയുമായി സംസാരിക്കുകയാണ്. അമ്മക്കും അതുപോലെ തന്നെ കേൾവിയോ സംസാര ശക്തിയോ ഇല്ല. അവരുടെ ഫാമിലിയിലുള്ള അച്ഛനും അമ്മക്കും അനിയത്തിക്കുമൊക്കെ അങ്ങനെ തന്നെയാണ്. അനിയത്തിയും അവളും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ അനിയത്തി ചോദിക്കുകയാണ്, നീ ലിയോങ് ജുന്നിനെ പോയി എന്താണ് കാണാത്തത്? എൻ്റെ കാരണത്താൽ അന്ന് നീ തെറ്റിയതല്ലേ, അവനെ നിനക്ക് സത്യത്തിൽ ഇഷ്ടമല്ലേ, ഒന്ന് പോയി കണ്ടൂടെ എന്നെല്ലാം പറയുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, ആരെയും ഡേറ്റ് ചെയ്യാൻ ആഗ്രഹമില്ലെന്ന്. അപ്പോൾ അനിയത്തി ചോദിക്കുകയാണ്, സംസാരശേഷി ഇല്ലാത്തത് കൊണ്ടാണോ എന്ന്, അതോ ഇനിയിപ്പോൾ ഞാനാണോ കാരണമെന്നെല്ലാം അനിയത്തി അവളോട് ചോദിക്കുകയാണ്. ഒരിക്കലും നീയല്ല, നിന്നെ എനിക്കെപ്പോഴും ചിരിച്ചു കണ്ടാൽ മതിയെന്ന് അവൾ പറയുന്നു. അനിയത്തി പറയുകയാണ്, എന്നാൽ അങ്ങനെയെങ്കിൽ ഇനി എൻ്റെ കാര്യങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കൂ, ഞാൻ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തോളാം. അപ്പോൾ അവൾ പറയുകയാണ്, തനിക്കെന്നെ ഇപ്പോൾ വിശ്വാസമുണ്ട്. അനിയത്തി പറയുകയാണ്, എന്നാൽ നിങ്ങൾ പോയി യോങ് ജുന്നിനെ കാണൂ, അവൻ നിങ്ങളെ കാത്തിരിക്കുകയായിരിക്കും. ഇതേ സമയം യോങ് ജുന്നിൻ്റെ അച്ഛൻ അമ്മയോട് ചോദിക്കുകയാണ്, നമ്മളെ മോനെ തേപ്പ് കിട്ടിയതാണോ എന്ന്. അപ്പോൾ അമ്മ അതേ എന്ന് പറയുന്നു. നമ്മളെ മോനെ ആരാണ് പറ്റിച്ചതെന്ന് ചോദിക്കുന്നു. ഞാനെന്ന് പോയി വരാമെന്ന് പറയുമ്പോൾ അമ്മ അപ്പോൾ പറയുന്നു, കേൾക്കാൻ കഴിയില്ലെന്ന്. പച്ച ചോദിക്കുന്നു, ആർക്ക് കേൾക്കാൻ കഴിയില്ല? അപ്പോൾ അമ്മ പറയുകയാണ്,
അവൻ സ്നേഹിക്കുന്ന ആ പെണ്ണിനെ കേൾക്കാനോ സംസാരിക്കാനോ ഇല്ല ശേഷിയില്ല എന്ന്. അതുകൊണ്ടാണ് അവൾ അവനെ തേച്ചത്. നമ്മുടെ ജുന്നിനൊരു ശല്യമാകാതിരിക്കാൻ അവൾ തന്നെ തേച്ചതാണെന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ പറയുകയാണ്, എന്താ ഞാൻ അവളോട് സംസാരിച്ച് നോക്കിയാലോ എന്ന്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, നിങ്ങൾക്കതിൽ പ്രശ്നമില്ലേ അവൾക്ക് സംസാരശേഷി ഇല്ലാത്തതിലെന്ന്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, അതിലെന്ത് പ്രശ്നം, സ്വഭാവം നല്ലതാണെങ്കിൽ പിന്നെ എന്തിനാണ് സംസാരമൊക്കെ എന്ന് അച്ഛൻ പറയുകയാണ്. വ്യക്തിത്വമാണ് നല്ലതാവേണ്ടത്. അപ്പോൾ യോങ്ജുൻ്റെ അമ്മ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെയും ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്നു. ഈ സമയത്ത് നമ്മുടെ നായികയായ അവളാകട്ടെ അവൾ ഒറ്റയ്ക്ക് വന്നുകൊണ്ട് ആ സ്വിമ്മിംഗ് പൂളിനടുത്തിരിക്കുകയാണ്. ഒരുപാട് കാലം അനിയത്തിയെ കൊണ്ടുവന്ന പൂളാണിത്. അതുകൊണ്ട് തന്നെയാണ് അവൾ അവിടെ വന്ന് നിൽക്കുന്നതും. അങ്ങനെ അവിടെ ഇറങ്ങി കുളിക്കാനൊരുങ്ങുകയാണ്. ഈ സമയത്ത് തന്നെ അതിലൂടെ നടക്കുകയായിരുന്ന നായകനായ യോങ്ജുൻ അവളുടെ ബൈക്ക് ആ സ്വിമ്മിംഗ് പൂളിനടുത്ത് കാണുന്നു. അവൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകുന്നു. അവൾ കുളിക്കുന്നതിൻ്റെ പിന്നിലിരുന്നു കൊണ്ട് അവൻ പറയുകയാണ്, കാരണം അവൾക്ക് കേൾക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവൻ വെറുതെ അങ്ങനെ അവൻ്റെ ഉള്ളിലുള്ളത് പറയുന്നത്. എന്നോട് ക്ഷമിക്കണം യാറോം, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ഈ ക്ഷമ ചോദിക്കുന്നത് നിന്നെ മുഴുവനായി മനസ്സിലാക്കാതെ നിന്നോട് സംസാരിച്ചത് കൊണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്. പിന്നെ ഞാൻ നിൻ്റെ കൂടെ ഉള്ളപ്പോൾ നിൻ്റെ കാര്യങ്ങൾ പ്രയാസമാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അതിന് തീർച്ചയായും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഏറെ അകന്നു, അല്ല നീ എന്നെ അകറ്റി. അതിനെനിക്ക് പ്രശ്നമില്ല, കാരണം എനിക്കങ്ങനെ അകലാൻ കഴിയില്ലെന്ന് അവൻ പറയുന്നു. അതിന് പുറമെ അവൻ പറയുകയാണ്, ഞാൻ നിൻ്റെ ഓരോ ചിരിയിലും സന്തോഷിച്ചു. നീ എപ്പോഴും ഹാപ്പി ആയിരിക്കണമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിൽ മുഴുവൻ പ്രാർത്ഥിച്ചതും. അതിനുവേണ്ടി നിൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സുഖമായിരുന്നു നീ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നത് കാണാൻ. ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിനിടെ അവൾ പെട്ടെന്ന് തിരിയുന്നു. ഇതോടെ അവനവൻ്റെ സംസാരം നിർത്തുന്നു. എന്നിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുഞ്ചിരിക്കുന്നു. അങ്ങനെ അവൾക്ക് കയറാൻ വേണ്ടി അവൻ കൈ കൊടുക്കുന്നു. എന്നാൽ അവളാകട്ടെ അവനെ പിടിച്ച് സ്വിമ്മിംഗ് പൂളിൽ മുക്കുന്നു. ഇതോടെ ഇരുവരും വീണ്ടും ആ പഴയ സൗഹൃദത്തിൽ തന്നെ തിരിച്ചു വരുന്നു. അങ്ങനെ ഇരുവരും ഒരുപാട് തമാശകൾ പറഞ്ഞ് പൂളിൽ നീന്തി കളിക്കുന്നു. ഇതിനിടെ അവൻ ചോദിക്കുകയാണ്, എൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും റെസ്റ്റോറൻറ്റിൽ നീ പാർട്ട് ടൈമായി ജോലിക്ക് വരുന്നുണ്ടോ? എന്നാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാകും. പിന്നെ നീ നല്ലൊരു ജോലിക്കാരിയാണെന്ന് അവർക്ക് തെളിയുകയും ചെയ്യും. നീ അടിപൊളിയാണെന്ന് അവൻ പറയുകയാണ്. ഞാൻ സംസാരശേഷി ഇല്ലാത്തവളല്ലേ, അവർക്ക് എന്നെ ഇഷ്ടപ്പെടുമോ? ഇല്ല, അതൊക്കെ അവർ മനസ്സിലാക്കും നീ എത്ര നല്ല വ്യക്തിയാണെന്ന് എന്ന് നമ്മുടെ നായകൻ പറയുകയാണ്. അതേസമയം വീട്ടിൽ കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ നായകൻ്റെ അച്ഛനും അമ്മയും. അവൾ വന്ന ഉടനെ തന്നെ അവർ അവളോട് ചിരിക്കുന്നു. അവർ വെൽ ഡ്രസ്ഡായി അവളെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അമ്മേ, ഇതാണ് ഞാൻ പറഞ്ഞ പെണ്ണ് എന്ന് അവൻ പറയുന്നു. അവൾക്ക് കേൾക്കില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നല്ല സുന്ദരിയാണല്ലോ, അവൻ കോളടിച്ചു നമ്മുടെ മകൻ എന്നൊക്കെ അച്ഛൻ അമ്മയോട് പറയുകയാണ്. അവൾക്ക് മനസ്സിലാകാൻ വേണ്ടി അവരൊരു പേപ്പറിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിരുന്നു. അത് അവർ കാണിച്ചു കൊടുക്കുകയാണ്. അവൻ്റെ അച്ഛൻ ആ പേപ്പർ തുറന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ യോങ്നുവിൻ്റെ അച്ഛനാണ്, ഇത് യോങ്നുവിൻ്റെ അമ്മ. കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളെ മകന് എപ്പോഴും കുട്ടിക്കളിയാണ്, ചില നേരത്തെ അവൻ പൊട്ടൻ സ്വഭാവമാണ് കാണിക്കുക എന്നൊക്കെ എഴുതിയത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് അവന് നാണം വരുന്നു. അവളാണെങ്കിൽ ചിരിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ അവൻ്റെ അമ്മ ആ നോട്ടീസ് ബോർഡിൽ എഴുതിയത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, പഴയതുപോലെ നിങ്ങൾ വീണ്ടും ഒരുമിക്കുന്നത് കൊണ്ട് നിൻ്റെ അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ നായകൻ പറയുന്നു, അമ്മ അതൊന്നും ഇപ്പോൾ ചോദിക്കണ്ട എന്ന്. അപ്പോൾ അവൾ മറുപടി പറയുകയാണ്, എനിക്ക് നിങ്ങളെ മകനെ ഇഷ്ടമായെന്ന് അവൾ ശബ്ദത്തോടെ പറയുന്നത് കേട്ട് അവളുടെ അമ്മ ഞെട്ടിത്തരിക്കുന്നു. നമ്മുടെ നായകനും അവളെ നോക്കി ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. അച്ഛൻ ആദ്യം കത്തിയില്ലെങ്കിലും പിന്നെ കത്തുന്നു. അവൾ സംസാരിക്കുന്നു. ഇതുവരെ അവൾ സംസാരിക്കുന്നത് അവൻ കേട്ടിട്ട് പോലുമില്ല. അവൻ്റെ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇതേ അവൾ സംസാരിക്കുന്നു എന്ന്. നായകൻ പറയുകയാണ്, നിനക്ക് കേൾക്കാനോ സംസാരിക്കാനോ കഴിയില്ലെന്നാണ് ഞാൻ കരുതിയത് എന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് കേൾക്കാനും സംസാരിക്കാനും ഒക്കെ അറിയാം, പക്ഷേ നിനക്ക് സംസാരിക്കാനോ കേൾക്കാനോ കഴിയില്ലെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. നീ എന്നോട് ആദ്യം മുതലേ അങ്ങനെയല്ലേ സംസാരിച്ചതെന്ന് അവൾ പറയുകയാണ്. ഞാൻ ഇന്നലെ സംസാരിച്ചതൊക്കെ അപ്പോൾ നീ കേട്ടല്ലേ എന്ന് അവൻ നാണിച്ചു പറയുമ്പോൾ അതേന്ന് അവൾ തലയാട്ടുന്നു. നീ ഇപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അത് എന്നെയാണോ ജോലിയെയാണോ എന്ന് അവൻ ചോദിക്കുന്നു. അപ്പോൾ അവൾ ആംഗ്യ ഭാഷയിൽ നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നു. ഇതവൻ്റെ അച്ഛനും അമ്മക്കും മനസ്സിലായില്ല. എന്താ മോനെ അവൾ പറഞ്ഞത് എന്ന് അച്ഛൻ ചോദിക്കുന്നു. അമ്മയും ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അവൻ പിന്നെ മറ്റൊരിടത്തു നിന്ന് ചോദിക്കുകയാണ്, നിനക്ക് മാത്രമാണോ ഈ വൈകല്യമില്ലാത്തതെന്ന്. അപ്പോൾ അവൾ അതേ എന്ന് പറയുന്നു. അങ്ങനെ അവർ മനോഹരമായി വീണ്ടും ഒരു സമ്മർ വെക്കേഷൻ ആസ്വദിക്കുകയാണ്.
ഇരുവരുടെയും ഒരു ചുംബന നിമിഷം കണ്ട് സിനിമ അവസാനിക്കുകയാണ്. കൂടുതൽ സിനിമകൾക്കായി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക.